ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ചാണ്. ഇതിനു മുൻപുള്ള വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. The term profitability refers to the ability of a firm to earn income. The profitability of a firm can be easily measured by its profitability ratios. There are two types of profitability ratios. First one, profitability ratio based on sales, and second one, profitability ratios based on investment. Profitability ratios based on sales. സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലെ പ്രധാനപ്പെട്ടവ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, എക്സ്പെൻസസ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് തുടങ്ങിയവയാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. This ratio measures the margin of profit available on sales. Gross profit ratio calculate ചെയ്യുന്നതിനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സ്റ്റാൻഡേർഡ് ജി പി റേഷ്യോ ഈസ് 20% to 25% ആണ്. ജി പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു സ്ഥാപനം അതിൻ്റെ പ്രോഡക്ട്സ് എത്ര എഫിഷ്യൻ്റായി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതിനും സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വിവിധ വർഷങ്ങളിലെ ജി പി റേഷ്യോയിലുള്ള വ്യത്യാസം അനലൈസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ജി പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജി പി റേഷ്യോ ഈസ് മോർ യൂസ്ഫുൾ ഇൻ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ട്രേഡിംഗ് കൺസേൺസ്. A high GP ratio is a sign of efficient production or a purchase management. അടുത്തത് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഓവറാൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈക്വൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡഡ് ആവുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ് എക്സെട്ര. ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇവ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ എടുക്കുന്നില്ല. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡൊണേഷൻസ് തുടങ്ങിയവയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡഡ് അല്ല. ഇതെല്ലാം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. The ideal operating ratio for manufacturing concern is 75% to 85%. Lower the ratio, more is the efficiency. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ മെഷേഴ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓർ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റാണ്.
Net sales equal total sales minus sales returns. അടുത്തത് expenses ratios. Expenses ratio expresses the relationship between various expenses to net sales. These ratios are helpful to understand whether expenses are increasing or decreasing or remaining constant. പ്രധാനപ്പെട്ട expenses ratios. First one, cost of goods sold ratio equal cost of goods sold divided by net sales into 100. അടുത്തത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് റേഷ്യോ ഈക്വൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഫോർത്ത് വൺ, ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ finance expenses divided by net sales into 100. അടുത്തത് net profit ratio. Net profit ratio is the ratio of net profit earned by a business and its net sales. It measures the overall profitability. Net profit ratio calculate ചെയ്യുന്നതിനുള്ള formula net profit divided by net sales into 100. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഓൾ ഇൻകംസ്. നെറ്റ് പ്രോഫിറ്റ് മേ ബി ടേക്കൺ ഐദർ ആസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഓർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ റേഷ്യോ. The main difference between the GP ratio and NP ratio is that GP ratio measures the efficiency in trading activities, while NP ratio measures the overall profitability. The ideal net profit ratio is 5% to 10%. Higher the ratio, better is the profitability. This means higher returns to shareholders. അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. തേർഡ് വൺ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. Return on investment. Return on investment measures the overall profitability. It establishes the relationship between profit or return and investment. ROI is also known as rate of return or return on capital employed. ROI calculate ചെയ്യുന്നതിനുള്ള formula profit before interest and tax divided by capital employed into 100. The ideal return on investment ratio is 15%. Higher the ratio, greater is the overall profitability. Profit before interest and tax equal gross profit minus operating expenses. Capital employed may be gross capital employed or net capital employed. Gross capital employed equal fixed asset plus current assets. Net capital employed equal fixed asset plus current asset minus current liabilities. Or total share capital plus reserves plus debentures plus other long-term loans. Generally, net capital employed is taken. Some experts use average capital employed. Average capital employed may be calculated by dividing the sum of the capital employed at the beginning and at the end of the year by 2.
Higher the ROI, greater is the overall profitability and more is the efficient use of capital employed. അടുത്തത് റിട്ടേൺ ഓൺ ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. This is the ratio of net profit to shareholders fund or net worth. It measures the profitability from the shareholders point of view. റിട്ടേൺ ഓൺ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഹിയർ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ net income after interest and tax but before preference dividend. Shareholders fund equal preference capital plus equity capital plus all reserves and surplus. And if there is any accumulated losses and fictitious assets, that should be deducted from shareholders fund to arrive at net worth. അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദ കമ്പനി. ദിസ് റേഷ്യോ ഈസ് മോർ മീനിങ്ഫുൾ ടു ദ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് പ്രിഫറൻസ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്.